വാർത്തകളുണ്ട്, ശബരിമല വിശേഷങ്ങളുണ്ട്. നമുക്ക് ആദ്യം പോകേണ്ടത് വയനാട്ടിലേക്ക് തന്നെയാണ്. വയനാടിനെ മറന്നവരുടെ കണ്ണു തുറപ്പിക്കാൻ ഹർത്താൽ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് LDFും UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വയനാട് അക്കിഴിയിൽ ജില്ലാ പ്രവേശന കവാടത്തിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യം പോകേണ്ടത് CV അനുമോദിലേക്കാണ്. കടകളടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും ഹർത്താലിനോട് സഹകരിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതിനകം തന്നെ LDFും UDFും ജനങ്ങൾ ഒരുപക്ഷെ അതിനോട് പോസിറ്റീവായ സമീപനം സ്വീകരിച്ചേക്കാം. പക്ഷേ അങ്ങനെ ഇല്ലാത്തവരെ തടയും എന്നുള്ള മുന്നറിയിപ്പ് കൂടി മുന്നണികൾ നൽകുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്കറിയാം, വയനാടിനോടുള്ള കേന്ദ്ര നിലപാടിൽ കേരളത്തിലുണ്ടാകുന്ന പ്രതിഷേധമുണ്ട്. അതിന് പലതരത്തിലുള്ള ന്യായങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. എങ്കിൽ പോലും വയനാടിനെ സഹായിക്കുക എന്നത് വളരെ പരമപ്രധാനമാണ്. അത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനുമോദ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഹർത്താലിലാണ്. കാരണം നമ്മൾ അപൂർവമായി മാത്രമാണ് രണ്ട് മുന്നണികളും LDFും UDFും ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയും ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. എന്താണ് രാവിലത്തെ വയനാട്ടിലെ സാഹചര്യം? ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാഹനങ്ങളുടെ എണ്ണമൊക്കെ കുറവാണ് നിരത്തിൽ എന്നാണ്. കടകളൊക്കെ തുറക്കാനുള്ള സമയമുണ്ട്, പക്ഷെ അവരും സഹകരിച്ചേക്കാം അല്ലേ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ നഗരത്തിലാണ്. നമുക്കിവിടെ കാണാം, ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. കടകൾ തുറക്കാൻ സമയമാവുന്നേ ഉള്ളൂ. ചെറിയ ചായക്കടകളും മറ്റും തുറന്നിട്ടുണ്ട്. പോലീസ് എല്ലായിടത്തുമുണ്ട്. ഓട്ടോറിക്ഷക്കാർ സർവീസിന് തയ്യാറായിട്ട് ഇവിടെയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലയിടങ്ങളിലും ഇതിനോടകം തന്നെ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജില്ലയുടെ പ്രവേശന കവാടമായ ലക്കിടിയിൽ താമരശ്ശേരി ചുരം കഴിഞ്ഞ് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ദീർഘദൂര സർവീസ് ബസ്സുകളും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളൊക്കെ അവിടെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് എത്തിയാണ് അവരെ കടത്തിവിട്ടത്. മറ്റ് ഇടങ്ങളിലും സമാനമായ തോതിലുള്ള പ്രതിഷേധങ്ങൾ രാവിലെ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഒരു ഹർത്താലിന്റെ പ്രത്യേകത വയനാടിന് നീതി വേണം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് വയനാട്ടിൽ കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കാത്തതിൽ ആളുകൾക്കുള്ള പ്രതിഷേധം എത്രമാത്രമുണ്ടെന്ന്. ഒരുപാട് പ്രതീക്ഷയായിരുന്നു നരേന്ദ്രമോദി ഇവിടെ സന്ദർശിച്ചു പോയപ്പോൾ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളത്തിന് അധിക സഹായം നൽകണം എന്ന ഒരു ആവശ്യമാണ് ഈ നാട് ഉന്നയിക്കുന്നത്. അതിന് ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി LDFും UDFും ഇപ്പോൾ ഒരുമിച്ച് ജനങ്ങളുടെ പ്രതിഷേധം എന്ന തരത്തിലേക്കാണ് ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ സ്വകാര്യ ബസ്സുകളും അതേപോലെ തന്നെ KSRTCകളും ഒന്നും നിരത്തിലിറങ്ങില്ല എന്നാണ് അറിയുന്നത്. KSRTCയുടെ ദീർഘദൂര സർവീസുകൾ ചിലതെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഇവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുമെന്നാണ് അറിയുന്നത്. വലിയ ഒരു പോലീസിന്റെ സന്നാഹത്തെ പല ഭാഗങ്ങളായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ഒരു ദേശീയപാത കൂടിയാണ്. അപ്പോൾ മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഈ ഒരു ഹർത്താൽ കാരണം അവരുടെ ദീർഘദൂര യാത്രക്കാർക്ക് അത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന തരത്തിൽ വിവിധയിടങ്ങളിൽ പോലീസിന്റെ സന്നാഹത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടെ ഈ പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് UDFന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധ ധർണയും ഉണ്ടാകും. എന്നാണെങ്കിലും രാവിലെ ലക്കിടിയിൽ നിന്നാണ് വാഹനങ്ങൾ തടഞ്ഞിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത്. മറ്റെവിടെയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വയനാട് പൂർണ്ണമായിട്ടും ഈ ഒരു ആവശ്യം, ന്യായമായ ഒരു നാടിന്റെ ആവശ്യത്തിന് ഒപ്പം നിൽക്കും എന്ന് തന്നെ വേണം കരുതുവാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർത്താൽ പൂർണ്ണമായിരിക്കും. ഒരുപക്ഷെ അവശ്യ സർവീസുകളെയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ജോലിയിൽ ഏർപ്പെട്ടവരെയും അവരെയൊക്കെ ഇതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഹർത്താൽ അറിയാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന
യാത്രക്കാർ ഒരുപാടുണ്ടാകും. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ വാഹനങ്ങൾ തടയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് വിവിധ പോയിന്റുകളിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നതും വാഹനങ്ങൾ കടത്തിവിടാനുള്ള നടപടി സ്വീകരിക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോൾ ഇതുവഴിയെല്ലാം കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഓട്ടോ തൊഴിലാളികൾ ചേരുന്നുണ്ട്. ഹർത്താലായിട്ട് നിങ്ങൾ ഓടുന്നുണ്ടോ? ഇല്ല, ഓടുന്നില്ല. ഞങ്ങൾ രാത്രി ഓടുന്ന. അപ്പൊ രാവിലെ കുറച്ച് നേരം നിന്ന് നോക്കിയതാ ഹർത്താലിന്റെ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പോയച്ചിട്ട്. ഈ നാടിന്റെ തന്നെ ഒരു ആവശ്യമാണല്ലോ അല്ലേ? നാടിന്റെ ആവശ്യമാണ്. അപ്പൊ എല്ലാരും സഹകരിക്കുന്നതാണ് വിശ്വാസം. കാര്യങ്ങളൊക്കെ യാത്രക്കാർ വന്നോ? യാത്രക്കാർ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട യാത്രക്കാർ ഇങ്ങനെ ഹർത്താല് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ദൂരെ യാത്ര എന്ന് വരുന്ന അങ്ങനത്തെ ഒരു വരുന്നുണ്ട്. ഒറ്റ വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇതായി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പോവാച്ചിട്ടാ. നിങ്ങളൊക്കെ ഇവിടെ ഞങ്ങളൊക്കെ ഓട്ടോ എന്താണ് ഈ ഒരു ഹർത്താലിലൂടെ അതെ ഇത് എല്ലാവരും ഞങ്ങളെല്ലാവരും സഹകരിച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾ പിന്നെ രാത്രി ഓടുന്നത് കൊണ്ട് കുറച്ചു നേരം കൊണ്ട് ഇപ്പോ വയനാടിന് അർഹമായൊരു സഹായം എന്നുള്ളത് ന്യായമായൊരു ആവശ്യമാണ്. ന്യായമായ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഈ പ്രതിഫലനം എല്ലായിടത്തും ഉണ്ടാവില്ലേ? ഉണ്ടാവും. നിങ്ങൾക്ക് ഓട്ടോ ഓടുന്നത് തന്നെയാണ്? ഓട്ടോ ഓടുന്നത് ഇനിയിപ്പോ വീട്ടിലേക്ക് പോവോ? വീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകും. ഹർത്താലുമായി സഹകരിക്കാൻ പൂർണ്ണമായിട്ട് സഹകരിക്കും. വയനാടിന്റെ ഒരു ആവശ്യമാണല്ലോ. അവിടെ പൂർണ്ണമായിട്ട് സഹകരിക്കും. എന്താണ് നല്ല അഭിപ്രായം. ഈ ഒരു ഹർത്താലിന് എന്നുള്ളത് ഒരു ജനകീയ ആവശ്യമാണല്ലേ? അതെ, ജനകീയ ആവശ്യമാണ് സാർ. എന്താണ് നിങ്ങളൊരു ഹർത്താൽ ആവശ്യമാണ്. കേന്ദ്രത്തിന്റെ ഒരു സഹായം അത് വലിയ ആവശ്യമാണ്. നമ്മളെ നാടിന്റെ ഒരു വികാരമാണ്. അപ്പൊ എല്ലാവരും സഹകരിക്കും. അതാണ് രഞ്ജിത്ത് ഇവിടെ നിന്നുള്ള രാവിലെ നമുക്ക് കൽപ്പറ്റ നഗരത്തിൽ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ചകളും പങ്കുവയ്ക്കാനുള്ള അഭിപ്രായങ്ങളും. ഇതൊരു സവിശേഷ സാഹചര്യത്തിലുള്ള ഹർത്താലാണ്. ഒരു ദുരന്തത്തെ മറികടക്കുവാൻ ഒരു നാടൊന്നാകെ പോരടിക്കുമ്പോൾ അതിന് അർഹമായ സഹായം അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്തതിലുള്ള വലിയ പ്രതിഷേധം അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് ഈ ഒരു ഹർത്താൽ ഉള്ളത്. വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ ഇടങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. LDFും UDFും ഒരേപോലെ തന്നെ ഈ ഹർത്താലിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വയനാടിനെ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ദീർഘദൂര KSRTC ബസ്സുകളിൽ ഒരു പക്ഷേ സർവീസ് നടത്തിയേക്കാം. പക്ഷെ അതും വയനാട് ജില്ലയ്ക്ക് പുറത്തു പോകുന്ന സർവീസുകളായിരിക്കും. അത് എത്രമാത്രം വയനാടിന്റെ പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ അത് തടയുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. നിലവിൽ ഇത് ഈ ജനത്തിന് നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോഴിക്കോട് ഒരു ഹർത്താൽ നടന്നിരുന്നു. അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. ജനങ്ങൾ നിരത്തിലിറങ്ങി, വാഹനങ്ങളുമായി ഇറങ്ങി, കടകൾ തുറന്നു, വ്യാപാരി വ്യവസായികളൊന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹർത്താലിനോട് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഒരു വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ജനതയുണ്ട്. അതിനോട് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ആയാലും കേരളത്തിന്റെ ആയാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സഹായങ്ങൾ അത്യാവശ്യമായ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും ഒരുമിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായും ജനം അതിനോട് സഹകരിച്ചു പോകും എന്ന് വേണം മനസ്സിലാക്കാൻ. ടൂറിസം മേഖലയാണ്. ഈ പ്രശ്നത്തിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായി ടൂറിസം മേഖല തകർന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാവിധ ജീവനോപാധികളും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് അതിജീവനത്തിന്റെ ഒരു ഹർത്താൽ കൂടിയായി ഒരുപക്ഷെ ഇതിനെ അവർ കണ്ടേക്കാം. തീർച്ചയായും രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് നേരത്തെ പ്രഖ്യാപിച്ച ഒരു ഹർത്താലാണ്. അതായത് ഒരു പൊടുന്നനെ പ്രഖ്യാപിച്ചതല്ല. ഏകദേശം ഒരു 5-6 ദിവസം മുൻപ് തന്നെ 19-ാം തീയതി ഈ ഒരു ഹർത്താൽ രണ്ട് മുന്നണികളും LDFും UDFും പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായത് ഒരു സംഭവമല്ല. മാത്രമല്ല ഈ ഒരു നാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആ ഞെട്ടലിലാണ്. ഇപ്പോഴും അവരതിന്റെ ആഘാതത്തിന് വിട്ടുമാറിയിട്ടില്ല. എല്ലാവരുടെയും വേണ്ടപ്പെട്ട ആരൊക്കെയോ ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ചിലരെ ഇല്ല കാണാതായിട്ടുണ്ട്, ചിലരെ മരണം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ചിലരൊക്കെ എവിടെയാണെന്ന് പോലും അറിയുകയില്ല. പലരുടെയും ജീവൻ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. അവരുടെ സർവ്വസ്വത്തുക്കളും സർവ്വസമ്പാദ്യങ്ങളും ഈ ഒരു ദുരന്തം കൊണ്ടുപോയി. അവർക്കൊക്കെ ഇനി എങ്ങനെ ഉപജീവനം, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും
പുനരധിവാസ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പാക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പലർക്കും ഈ സർക്കാരിന്റെ സഹായങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. വലിയ പ്രതീക്ഷയോടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും പ്രധാനമന്ത്രി കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയൊക്കെ വയനാടുള്ളവർ പങ്കുവച്ചതാണ്. പക്ഷേ ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാനാകില്ലെന്ന ആ കേന്ദ്രത്തിന്റെ ഒരു സമീപനം അത് നൽകുന്ന നിരാശ വളരെ വലുതാണ്. ഇനി ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ദുരന്തമുണ്ടായ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ആ തുക പോലും കേരളത്തിന് ഇതുവരെ നൽകിയിട്ടില്ല എന്ന വലിയ പരാതിയുണ്ട്. ഇതിനൊക്കെ ഈ ഒരു ജനത മുഴുവൻ ഈ ഇത്തരത്തിലുള്ള കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒക്കെ സഹായം പല മേഖലകളിൽ ആവശ്യമാണ് എന്ന് അർഹിക്കുന്നതാണെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു ഹർത്താൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. UDF LDFനും NDA സർക്കാരിനും എതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് സംസ്ഥാനത്തിന്റെ ഈ ഒരു ദുരന്തത്തോടുള്ള സമീപനം അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിൽ അപാകതകളുണ്ട്. അതിനോടുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ് ഹർത്താൽ എന്ന് UDF പറയുമ്പോൾ LDFനെതിരെ കേന്ദ്രത്തിനെതിരായ ഒരു പ്രതിഷേധമായിട്ട് കേന്ദ്ര നടപടിയോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് എടുത്തു പറയുന്നത്. ഇതുതന്നെയാണെങ്കിലും കോഴിക്കോടുണ്ടായ പോലത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകില്ല. കാരണം ഇതൊരു നാടൊന്നാകെ ഈ ഒരു വിഷയത്തിനൊപ്പം നിൽക്കുന്നു. പിന്നെ ഇതിപ്പോ 24 മണിക്കൂർ കൊണ്ട് പ്രഖ്യാപിച്ച ഒരു ഹർത്താലല്ല എന്നതുകൊണ്ട് ആളുകളൊക്കെ ഈ ഒരു കാര്യം അറിഞ്ഞു തന്നെയാണ് ഇതിനെ ഈ ഒരു ദിവസത്തിൽ നിൽക്കുന്നത്. അതോടൊപ്പം ദീർഘദൂരത്തു നിന്ന് വരുന്ന ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകര് അത്തരത്തിലുള്ള സർവീസുകളൊക്കെ അന്യ സംസ്ഥാന സർവീസുകൾ അവർക്കൊക്കെ ആവശ്യമായ സുരക്ഷ പോലീസ് നൽകും. അതിനപ്പുറം പലയിടങ്ങളിലും ഈ വാഹനങ്ങൾ തടയുന്നൊരു സാധ്യത ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതൊരു ജനകീയ വിഷയമായതുകൊണ്ട് തന്നെ അതിനൊപ്പം നിൽക്കണം എന്ന വികാരം എല്ലാവരും ഒരുപോലെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ നമുക്ക് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ധർണകളുമൊക്കെ പ്രതീക്ഷിക്കാം. വയനാട് ഈ കൽപ്പറ്റയിലെ പോസ്റ്റ് ഓഫീസിലേക്കാണ് UDFന്റെ മാർച്ച് 11 മണിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുവരെ വയനാട് അതിർത്തി കവാടത്തിൽ ലക്കിടിയിൽ വാഹനങ്ങൾ തടഞ്ഞതൊഴികെ മറ്റ് അനിഷ്ട അല്ലെങ്കിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു നാട് ഈ ഒരു ഹർത്താലിനൊപ്പം നിൽക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന സമീപനമാണ് LDF UDFനും ഉള്ളത്. സ്വാഭാവികമായിട്ടും ഹർത്താൽ പൂർണ്ണമായിട്ടും വയനാടിനെ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇന്നുണ്ടാവുക. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വയനാട്ടിൽ ഒരു സംയുക്ത ഹർത്താൽ LDFും UDFും ഒരുമിച്ച് ആഹ്വാനം ചെയ്ത ഒരു ഹർത്താലിലാണ്. രാവിലെ ഹർത്താൽ ആരംഭിച്ചു. ഇതിനകം തന്നെ വാഹനങ്ങൾ തടയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. വയനാട് ദുരന്തത്തിന്